സ്വാഭാവിക അഭിനയത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് രമ്യ സുരേഷ്. പടവെട്ടിലെ പുഷ്പ എന്ന കഥാപാത്രമായി വന്ന് കയ്യടി നേടിയ രമ്യ ഇപ്പോൾ ക്രിസ്റ്റഫറിലൂടെ വിസ്മയിപ്പിക്കുകയാണ്. സിനിമയിൽ നാടൻ കഥാപാത്രങ്ങളാണെങ്കിലും ജീവിതത്തിൽ മോഡേൺ ആണ് രമ്യ. മലയാള സിനിമയിൽ സഹനടി വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുകയാണ് രമ്യ സുരേഷ്. കഥാപാത്രം ചെറുതോ വലുതോ ആകട്ടെ, സ്വയം അടയാളപ്പെടുത്താൻ രമ്യയ്ക്ക് സാധിക്കുന്നു. ദുബായിൽ നഴ്സായി ജോലി ചെയ്യുമ്പോഴാണ് കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയിലൂടെ രമ്യ അരങ്ങേറ്റം കുറിക്കുന്നത്. ജാനേമൻ, മലയൻ കുഞ്ഞ്, സഭാഷ് ചന്ദ്രബോസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ നാട്ടിൻപുറത്തെ വീട്ടമ്മയായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞ രമ്യയുടെ യഥാർത്ഥ ലുക്ക് കണ്ട് പലരും തിരിച്ചറിയാറില്ല. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂകളെല്ലാം കൊടുക്കുന്നതുകൊണ്ട് ഇപ്പം ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. അതിന് മുന്നേ വരെയും ഞാൻ ചെല്ലുമ്പോൾ അവർക്കൊരു ഡൗട്ടാണ്, ചോദിക്കാനൊരു മടിയാണ്. ആണോ പിന്നെ കണ്ട അതേ എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ സിനിമയെ കാണുന്ന പോലെയല്ല, നിങ്ങൾ ഭയങ്കര ചേഞ്ചാന്ന് പറയാറുണ്ട്. അതെൻ്റെ ഒരു ഭാഗ്യമാണ് ശരിക്കും. ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടുമ്പം എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ലുക്കും, അതായത് ഇപ്പം ഞാൻ നാടൻ വേഷം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചേഞ്ച് ആവും. അത് സത്യം സാർ എന്നോട് പറയുമ്പോൾ നിൻ്റെ ഭാഗ്യമാണത്, നിനക്ക് ക്യാരക്ടർ ചേഞ്ച് ആകാൻ പറ്റുന്നു എന്നുള്ളത്. രാവിലെ വരുന്ന ആളല്ല നീ കോസ്റ്റ്യൂം മാറിക്കഴിയുമ്പോൾ, അത് നീ തിരിച്ചു പോകുമ്പോൾ അതൊരു ഭാഗ്യമാണ്. നിന്നെ വേണമെങ്കിൽ ഒരു 85 വയസ്സുള്ള ഒരു അമ്മച്ചിയാക്കാനും എളുപ്പമാണെന്ന്. അതൊക്കെ എൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു. നിരവധി കഥാപാത്രങ്ങളിലൂടെ സ്വാഭാവിക അഭിനയം കൊണ്ട് പ്രേക്ഷക മനസ്സിലിടം നേടിയ രമ്യ സുരേഷ് ചെയ്തതിൽ ഏറ്റവും മികച്ച റോൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പടവെട്ടിലെ പുഷ്പയാണ്. ഇത് രമ്യയെ ഏറ്റവും ശ്രദ്ധിക്കുന്ന നടിയാക്കി മാറ്റി. അതിജീവനത്തിനായി പടവെട്ടുന്ന മണ്ണിന്റെ ശൂരും ഉശിരുമുള്ള വീട്ടമ്മ, പടവെട്ടിലെ പുഷ്പ. സിനിമ കണ്ട പുഷ്പയുടെ ഫാനാകാത്തവർ വിരളമാണ്. പടവെട്ടിനെയാണ് കൂടുതലായിട്ടും ആൾക്കാർ പറയുന്നതും. പടവെട്ട് കണ്ടതിന് ശേഷം ഭയങ്കരമായി ആരാധന തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിയോടൊപ്പം ക്രിസ്റ്റഫർ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞ പുതിയ സന്തോഷത്തിലാണ് രമ്യ. ക്യാരക്ടർ വളരെ ചെറുതാണ്, പക്ഷെ ആകെ 3 സീനേ ഉള്ളൂ. പക്ഷെ അത് മമ്മൂക്കയുടെ കൂടെയാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അതിന് മുന്നേ 2-3 പടം എനിക്ക് മിസ്സായിരുന്നു. പ്രീസ്റ്റ്, പുഴു, റോഷാക്ക്, 3 വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം എന്തായാലും അടുത്ത വരുന്നത് ചെയ്യണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ വന്നത് നല്ലൊരു ചെറിയ 3 സീനാണെങ്കിലും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയെന്നാണ് വിശ്വാസം. എൻ്റെ സഭാഷ് ചന്ദ്രബോസ് കണ്ടിട്ടാണ് ഉണ്ണികൃഷ്ണൻ സാറ് ഇതിലേക്ക് വിളിച്ചത്. രമ്യയുടേതായി പുറത്തിറങ്ങാൻ ഒരു പിടി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. നല്ല നല്ല പ്രോജക്റ്റുകൾ വന്ന് ചെയ്യണം തന്നെയാണ്. പിന്നെ ഇനി ഇറങ്ങാനുള്ളത് വെള്ളരിപ്പട്ടണം, ആളങ്കം, വികാരം, ചേര, പാച്ചു അത്ഭുതളക്കും, കനകരാജ്യം, 1001 നുണകൾ, ഇതൊക്കെയാണ് ഇറങ്ങാനുള്ളത്. കാമ്പുള്ള വേഷങ്ങളുമായി ഇനിയും രമ്യ പ്രേക്ഷകരെ അതിശയിപ്പിച്ചുകൊണ്ട് നല്ല വേഷങ്ങളിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. നമസ്തേ വീഡിയോ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം.